തോട്ടം തൊഴിലാളികൾക്ക് 120 ദിവസമായി ഗ്യാസ് സിലിണ്ടറുകൾ മാറി നൽകിയില്ലെന്ന് പരാതി. ഉടുമ്പൻചോല പാറത്തോട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളുമാണ് അടിമാലിയിലെ സെന്റ് ആന്റണീസ് ഗ്യാസ് ഏജൻസിക്കെതിരെ രംഗത്ത് വന്നത്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തെ തുടർന്ന് ഇന്ന് ഏജൻസിയിൽ നിന്നും ഏതാനും ജീവനക്കാർ എത്തി കുറച്ചു പേർക്ക് സിലിണ്ടറുകൾ നൽകിയെങ്കിലും തങ്ങളുടെ കണക്ഷനുകൾ നെടുങ്കണ്ടത്തുള്ള ഏജൻസിയിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും ഭാരത് ഗ്യാസിന്റെ കണക്ഷനുകളാണ് കൂടുതൽ. അടിമാലിയിലുള്ള ഏജൻസിയാണ് ഗ്യാസ് എത്തിച്ചു നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ മാസങ്ങളായി ഇവർ എത്താതായതോടെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ ദുരിതത്തിലായി. ഇതോടുകൂടി ആളുകൾ 4-5 പേർ ചേർന്ന് വാടകയ്ക്ക് വാഹനം വിളിച്ച് അടിമാലിയിൽ പോയി സിലിണ്ടറുകൾ എടുത്തുകൊണ്ട് വരികയായിരുന്നു പതിവ്. ഏകദേശം 3000-ലധികം രൂപ ചെലവഴിച്ചായിരുന്നു ഓരോ തവണയും ഇവർ സിലിണ്ടറുകൾ എടുത്തിരുന്നത്. പരാതി ശക്തമായതോടെ ജില്ലാ സപ്ലൈ ഓഫീസർക്കും കളക്ടർക്കും പഞ്ചായത്ത് അംഗമായ ജോമോൻ നിവേദനം നൽകി. ഇതിനെ തുടർന്ന് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മേഖലയിലുള്ളവരുടെ കണക്ഷനുകൾ മറ്റൊരു ഏജൻസിയിലേക്ക് മാറ്റി നൽകാമെന്ന് അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്ന് അടിമാലിയിൽ നിന്നും ഏജൻസി ജീവനക്കാർ എത്തി കുറച്ചു പേർക്ക് സിലിണ്ടറുകൾ നൽകി. എന്നാൽ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. അതായത് ഭാരതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടന്നിട്ട് ഏതാണ്ട് 120 ദിവസത്തിനപ്പുറം ആയിട്ടുണ്ട്. പല പ്രാവശ്യം ഇവിടെ നിന്ന് ആളുകൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അടിമാലി പോയി എടുക്കണം. അതാണ്ട് 85% തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ നിന്ന് 4-5 ആളുകൾ ചേർന്നൊരു വണ്ടി വിളിച്ച് അടിമാലിയിൽ ചെല്ലുമ്പോൾ ഏറെക്കുറെ 3000 രൂപ വണ്ടിക്കൂലിയാകുന്ന സ്ഥിതിയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മഹാധിക്കാരത്തോടു കൂടിയുള്ള ഇടപെടൽ അടിയന്തരമായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.